സാമന്തി പാനിപൂരി വ്യാപാരത്തിനായി മാർക്കറ്റിൽ പോയിരുന്നു. പാനിപൂരി വിറ്റുകൊണ്ടിരുന്നു. കുറച്ചു നേരത്തിൽ അവിടെ ജഗ്ഗുബായ് വന്നു. എടി കൊച്ചേ, ഒരു പ്ലേറ്റ് പാനിപൂരി ഇങ്ങ് താ. ആദ്യം പൈസ തരൂ, പിന്നെ ഞാൻ പാനിപൂരി തരാം. ഞാൻ ആരാണെന്നറിയില്ലേ? മര്യാദയ്ക്ക് പറയുന്നത് ചെയ്യേ. നീ ആരാണെന്ന് നിനക്കറിയില്ലേ? ഞാൻ അറിയേണ്ട ആവശ്യമൊന്നുമില്ല. നീ പറയുന്നെല്ലാം കേട്ടോണ്ടിരിക്കാൻ ഞാൻ നിന്റെ വേലക്കാരിയൊന്നുമല്ല. കൊച്ചു പെണ്ണാണെന്ന് കരുതി ചുമ്മാതിരുന്നപ്പോൾ നീ വലിയ ആളാകാൻ നോക്കുന്നു. വായടച്ചിട്ട് ഞാൻ പറഞ്ഞത് ചെയ്യേ. ഞാനും നിങ്ങൾ വലിയവനാണെന്ന് കരുതി വയസ്സിന് മര്യാദ കൊടുത്ത് സംസാരിക്കുന്നേ. എനിക്ക് മര്യാദയൊന്നും വേണ്ട, ഞാൻ പറഞ്ഞത് മാത്രം താ. അതല്ലേ പറഞ്ഞത് പൈസ തരാതെ തരില്ലെന്ന്. പോ ഇവിടുന്ന്. രാവിലെ തന്നെ വന്ന് ഓസിക്കി. എല്ലാവരുടെയും മുന്നിൽ വെച്ചും അങ്ങനെ പറഞ്ഞതുകൊണ്ട് ജഗ്ഗുബായ്ക്ക് ദേഷ്യം വന്നു. ഉടനെ അവൻ ബലം പ്രയോഗിച്ച് സാമന്തിയെ പിടിച്ച് താഴെ തള്ളിയിട്ട് അവളുടെ പാനിപൂരി വണ്ടിയെയും താഴെ തള്ളിയിട്ടു. സാമന്തി കരഞ്ഞുകൊണ്ടിരുന്നു. അത് കണ്ട് ജഗ്ഗുബായ് അവിടുന്ന് പോയി. എല്ലാവരും നോക്കി നിന്നതല്ലാതെ സഹായിച്ചില്ല. അപ്പോഴാണ് അവിടേക്കൊരു സ്വാമിജി വന്നത്. എന്തു പറ്റി മോളെ? എന്തിനാണ് അയാൾ നിന്നോട് വഴക്കുണ്ടാക്കിയത്? എന്റെ പേര് സാമന്തിയാണ് സ്വാമിജി. ഞാൻ ഭിക്ഷ എടുത്തുകൊണ്ടിരുന്നു. ആരെങ്കിലും പൈസ തന്നാൽ അല്ലെങ്കിൽ ഭക്ഷണം തന്നാൽ അതാണ് കഴിച്ചുകൊണ്ടിരുന്നത്. അല്ലെങ്കിൽ പട്ടിണിയായിരിക്കും. പല നാളുകൾ ഞാൻ അങ്ങനെയായിരുന്നു. ഒരു ദിവസം തല കറങ്ങി റോട്ടിൽ കിടന്നു. അപ്പൊ ശാന്തമ്മ എന്നൊരു അമ്മൂമ്മ താഴെ കിടന്ന എന്റെ അടുത്തേക്ക് വന്നു. മോളെ മോളെ എഴുന്നേക്കു മോളെ, എന്തു പറ്റി മോളെ? അങ്ങനെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ശാന്തമ്മ. കുറച്ചു നേരത്തിൽ ആ പെൺകുട്ടിക്ക് ബോധം തിരിച്ചു കിട്ടി. സംസാരിക്കാൻ ശ്രമിക്കുമ്പോൾ വായിൽ നിന്ന് വാക്കുകൾ വന്നില്ല. അത് മനസ്സിലാക്കി ശാന്തമ്മ അവരവൾക്ക് കുടിക്കാനായി കുറച്ച് പാലെടുത്തുകൊണ്ടുവന്നു. അത് കുടിച്ച് ശാന്തമ്മ ഇങ്ങനെ ചോദിച്ചു. ആരാ മോളെ നീ? നിനക്ക് എന്തു പറ്റി? എന്റെ പേര് സാമന്തി. എനിക്ക് ആരുമില്ല. ഞാൻ ഭിക്ഷ എടുക്ക. ആരെങ്കിലും എന്തെങ്കിലും തന്നാൽ അത് കഴിച്ചാണ് എങ്ങനെയോ എന്റെ കാലം ഞാൻ ജീവിച്ചു വരുന്നത്. 2 ദിവസമായി ആരും എനിക്ക് ഒന്നും തന്നില്ല. ഞാൻ ഒന്നും കഴിച്ചതുമില്ല. അതുകൊണ്ടാണ് ഒരുപാട് ക്ഷീണിച്ചത് കൊണ്ട് തലകറങ്ങി വീണത്. അയ്യോ എന്റെ മോളെ, ഇത്ര ചെറിയ പ്രായത്തിൽ നിനക്ക് എന്തൊരു കഷ്ടമാണ്. ശരി, ഞാൻ നിനക്കൊരു ജോലി പറയാം. അത് നീ ചെയ്യോ? ആ, ചെയ്യാം അമ്മേ. എനിക്ക് കുറച്ച് ഭക്ഷണം തന്നാ മാത്രം മതി. എനിക്കൊരു പാനിപൂരി കടയുണ്ട് മോളെ. ആ കടയിൽ നിന്ന് പാനിപൂരി വിറ്റാ മതി. ശരി അമ്മേ, ഞാനത് ചെയ്യാം. എനിക്ക് ഒരുപാട് വയസ്സാകുന്നു മോളെ, അതുകൊണ്ട് പണി ചെയ്യാൻ വയ്യ. അതുകൊണ്ടാണ് നിന്നോട് സഹായം ചോദിക്കുന്ന മോളെ. സാരമില്ലമ്മ, നിങ്ങൾ എനിക്ക് എത്ര സഹായം ചെയ്യുന്നു. ഞാൻ ഈ ചെറിയ സഹായം പോലും ചെയ്യില്ലേ. തീർച്ചയായും നിങ്ങൾ പറഞ്ഞതുപോലെ ഞാൻ ആ കട നോക്കിക്കോളാം. അങ്ങനെയാണെങ്കിൽ ശരി, ഞാൻ നാളെ തന്നെ നിനക്ക് പാനിപൂരി എങ്ങനെ ഉണ്ടാക്കണം, അത് എവിടെ വിൽക്കണം, എങ്ങനെ വിൽക്കണം എല്ലാം പറഞ്ഞു തരാം. നീ ഇപ്പൊ റെസ്റ്റ് എടുക്ക്. ശരി അമ്മേ. അങ്ങനെ ആ നാളും കഴിഞ്ഞു പോയി. അടുത്ത ദിവസം രാവിലെ പാനിപൂരി വിൽക്കാൻ എല്ലാം ഏർപ്പാടാക്കിക്കൊണ്ടിരുന്നു ശാന്തമ്മ. മോളെ സാമന്തി, മോളെ സാമന്തി. പറയൂ അമ്മേ. ഇങ്ങോട്ട് വരൂ മോളെ. പാനിപൂരി എങ്ങനെ ചെയ്യണമെന്ന് ഞാൻ കാണിച്ചു തരാം, വാ. അങ്ങനെ സാമന്തിക്ക് പാനിപൂരി എങ്ങനെ ഉണ്ടാക്കണമെന്ന് പറഞ്ഞു കൊടുത്തു. അത് കഴിഞ്ഞ് അത് വിൽക്കാനായി ഒരു വണ്ടിയും കൊടുത്തയച്ചു. ഈ വണ്ടി മാർക്കറ്റിലേക്ക് കൊണ്ടുപോയി ഒരു പ്ലേറ്റിൽ 6 പാനിപൂരി വെച്ച് പ്ലേറ്റ് 10 രൂപന്ന് വിക്ക്. പൈസ വാങ്ങിയതിനു ശേഷം പാനിപൂരി കൊടുക്കാവൂ. സാമന്തി ശരിയെന്ന് പറഞ്ഞ് അവിടുന്ന് പാനിപൂരി വണ്ടി തള്ളിക്കൊണ്ടുപോയി. അവിടെ പാനിപൂരി വിറ്റുകൊണ്ടിരുന്നു. അതേ ചന്തയിൽ ജഗ്ഗുബായ് എന്നൊരാൾ ഉണ്ടായിരുന്നു. അവിടെയുള്ള ചെറിയ വ്യാപാരികളെ ഭീഷണിപ്പെടുത്തി അവരുടെ കയ്യിലുള്ള സാധനങ്ങൾ വാങ്ങിക്കൊണ്ടുപോകും. ആരെങ്കിലും അതിലിടപെട്ടാൽ അവരെ പിടിച്ചു തല്ലും. ഇപ്പൊ അവൻ സാമന്തിയുടെ കടയിൽ വന്നു. ഇടി കൊച്ചേ, നീ ഏതാ? നിന്നെ ഇതിനു മുൻപേ കണ്ടിട്ടേയില്ലല്ലോ. എന്റെ പേര് സാമന്തി. എന്നോട് ശാന്തമ്മയാണ് ഈ പാനിപൂരി വിറ്റിട്ട് വരാൻ പറഞ്ഞത്. ഓഹോ, നീ ശാന്തമ്മയുടെ ആളാണോ? ശരി ശരി, ഞാൻ ചോദിക്കുമ്പോഴൊക്കെ നീ എനിക്ക് പാനിപൂരി തരണം. ഇല്ല എങ്കിൽ വണ്ടി ഞാനങ്ങ് തല്ലി പൊളിക്കും. അങ്ങനെ പറഞ്ഞ് ജഗ്ഗുബായ് അവിടുന്ന് പോയി. ആ നാളും കഴിഞ്ഞു പോയി. സാമന്തിയും അവിടുന്ന് വീട്ടിലേക്ക് പോയി. പാനിപൂരി വിറ്റ് കിട്ടിയ പൈസ ശാന്തമ്മയുടെ കയ്യിൽ കൊടുത്തു. ഇന്ന് ജഗ്ഗുബായ് എന്നൊരാൾ വന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ചോദിക്കുമ്പോഴൊക്കെ ഞാൻ പാനിപൂരി കൊടുക്കണമെന്ന് പറഞ്ഞു. അവനാണോ? അവനത്ര സീനില്ല മോളെ, നീ ചെറിയ കുട്ടിയല്ലേ, അതുകൊണ്ടാണ് നിന്നെ പേടിപ്പിച്ച്. ആരാണെങ്കിലും ശരി, പൈസ വാങ്ങി കഴിഞ്ഞതിന് ശേഷമേ പാനിപൂരി കൊടുക്കാവൂ. ശരി ശരി, നീ കുളിച്ചിട്ട് വാ, നമുക്ക് ഭക്ഷണം കഴിക്കാം. ശാന്തമ്മ പറഞ്ഞതുപോലെ കുളിക്കാൻ പോയി സാമന്തി. അങ്ങനെ ആ നാളും കഴിഞ്ഞു. സാമന്തി അടുത്ത ദിവസം പാനിപൂരി വ്യാപാരത്തിനായി ചന്തയ്ക്ക് പോയി. ഇന്നാണ് വീണ്ടും പാനിപൂരി വിൽക്കാൻ ചന്തയ്ക്ക് വന്നത്. അപ്പോഴാണ് ദേ ഈ ഗുണ്ട എങ്ങനെ ചെയ്തത്. ശരി, എനിക്ക് ഇപ്പോൾ എല്ലാം മനസ്സിലായി. എന്നെ വിശ്വസിച്ച്
അമ്മ എനിക്ക് ഈ പണി തന്നു. പക്ഷേ ഇപ്പൊ അവൻ കാരണം എല്ലാം നശിച്ചു പോയി. ഇപ്പൊ ഞാൻ നിങ്ങളോട് എന്ത് പറയണം അതും എനിക്കറിയില്ല. നാളെ മുതൽ എന്റെ ജീവിതം എങ്ങനെയായിരിക്കും അതും എനിക്കറിയില്ല. വിഷമിക്കണ്ട മോളെ, ഞാൻ നിനക്ക് കുറച്ച് പണം തരാം. അത് നീ കൊണ്ടുപോയി ആ അമ്മയ്ക്ക് കൊടുക്ക്. നാളെ നീ വരുമ്പോൾ നിനക്ക് വേണ്ടി ഒരു പുതിയ വണ്ടി ഇവിടെ തയ്യാറായിരിക്കും. നിങ്ങൾക്ക് എന്തിനാ അപ്പൂപ്പ ഞാൻ കാരണം ഒരു ബുദ്ധിമുട്ട്? അതിലിപ്പോൾ എന്താ മോളെ, മനുഷ്യർക്ക് സഹായം ചെയ്യണ്ടേ? അത് കഴിഞ്ഞ് പറ്റില്ലെന്ന് പറയാതെ ആ സ്വാമിജി കൊടുത്ത പൈസ വാങ്ങി വീട്ടിലേക്ക് പോയി സാമന്തി. പൈസ ശാന്തമ്മയ്ക്ക് കൊടുത്തു. ശാന്തമ്മ ഒന്നും ചോദിച്ചില്ല. അതുകൊണ്ട് സാമന്തി സംഭവിച്ചതൊന്നും ശാന്തമ്മയോട് പറഞ്ഞില്ല. ആ നാളും കഴിഞ്ഞു. അടുത്ത ദിവസം സ്വാമിജി പറഞ്ഞതുപോലെ സാമന്തി നേരെ ചന്തയിലേക്ക് പോയി. അദ്ദേഹം പറഞ്ഞതുപോലെ അവിടെ ഒരു പുതിയ പാനിപൂരി വണ്ടി റെഡിയായിരുന്നു. അവിടെ വന്ന സാമന്തിയെ കണ്ട് ആ സ്വാമിജി ഇങ്ങനെ പറഞ്ഞു: ഞാൻ പറഞ്ഞതുപോലെ നിനക്കൊരു പുതിയ വണ്ടി തയ്യാറാണ്. ഇപ്പോൾ നിനക്ക് നിന്റെ ജോലി നോക്കാം. അത് കഴിഞ്ഞ് സാമന്തി ശരിയെന്ന് പറഞ്ഞ് പാനിപൂരി കഴിക്കാൻ വന്നവർക്ക് പാനിപൂരി കൊടുത്തുകൊണ്ടിരുന്നു. അത് കഴിച്ചവർ വീണ്ടും വളരെ നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞ് വീണ്ടും വീണ്ടും വാങ്ങിച്ചു. ഈ കാര്യം ജഗ്ഗുബായി അറിഞ്ഞു. വീണ്ടും ജഗ്ഗുബായി അവിടെ വന്നു. അവൻ പാനിപൂരി ചോദിച്ചപ്പോൾ സാമന്തി വീണ്ടും സ്വാമിജിയെ നോക്കി. അപ്പൊ സ്വാമിജി ഇങ്ങനെ പറഞ്ഞു: നീ അയാൾ ചോദിക്കുന്നത് കൊടുക്കുമോളെ. സാമന്തി ശരിയെന്ന് പറഞ്ഞ് ഒന്നും മിണ്ടാതെ പാനിപൂരി കൊടുത്തു. സാമന്തി കൊടുത്ത പാനിപൂരി കഴിച്ചതിന് ശേഷം ജഗ്ഗുബായി ഇങ്ങനെ പറഞ്ഞു: അടിപൊളിയായിട്ടുണ്ട്, താ, ഇനിയും താ. അങ്ങനെ കഴിച്ചുകൊണ്ടേയിരുന്നു ജഗ്ഗു. ഇതിൽ അതിശയം എന്തെന്നാൽ എത്ര എടുത്താലും ആ പാനിപൂരി അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു. പാനിപൂരി കഴിഞ്ഞതേയില്ല, അത് അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു. സാമന്തിക്ക് എന്ത് സംഭവിച്ചു എന്നേ അറിയില്ല. പക്ഷെ അധികം കഴിച്ചതുകൊണ്ട് ജഗ്ഗുബായിയുടെ വയറ് വീർത്തുപോയി. അത് കണ്ട് അവിടെയുള്ള എല്ലാവരും ചിരിച്ചു. നടക്കാമെന്ന് കരുതി ജഗ്ഗുബായി. പക്ഷെ അത്ര വലിയ വയറ് വെച്ച് അവന് നടക്കാനേ കഴിഞ്ഞില്ല. അവൻ അവിടെ തന്നെ ഇരുന്നു. പൈസ കൊടുക്കാതെ എല്ലാവരെയും ഭീഷണിപ്പെടുത്തി തിന്നാൽ ഇങ്ങനെ ഇരിക്കും. ഇത് നിനക്ക് ശരിയായ ശിക്ഷ. എല്ലാവരും ജഗ്ഗുബായി നോക്കി ചിരിച്ചുകൊണ്ടേയിരുന്നു. അവിടെ നിന്നാൽ നാണക്കേടാണെന്ന് കരുതി എങ്ങനെയോ കഷ്ടപ്പെട്ട് ആ വയറും ചുമന്ന് മെല്ലെ അവിടെ നിന്ന് എഴുന്നേറ്റ് നടന്നുപോയി. അത് കഴിഞ്ഞ് സാമന്തി ആ സ്വാമിജിക്ക് നന്ദി എന്ന് പറഞ്ഞു. അപ്പ സ്വാമിജി ഇങ്ങനെ പറഞ്ഞു: ഈ പാനിപ്പൂരി ഒരിക്കലും തീരില്ല. നീ ഒന്നോർത്തും വിഷമിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഇത് എന്തിനാ സ്വാമിജി? ഒരു ദിവസം ഞാൻ അമ്പലത്തിൽ ഭിക്ഷയാചിച്ചു കൊണ്ടിരുന്നപ്പോൾ ഭക്ഷണമില്ലാതെ ഒരുപാട് കഷ്ടപ്പെട്ടിരുന്നു. അപ്പോൾ നീയാണ് എനിക്ക് ഭക്ഷണം തന്നത്. എന്നാൽ നിനക്കത് ഓർമ്മയില്ല. അന്ന് നീ എന്നെ സഹായിച്ചതുകൊണ്ടാണ് ഇന്ന് ഞാൻ നിന്നെ ഇങ്ങനെ സഹായിക്കുന്നത്. സ്വാമിജി പറഞ്ഞത് കേട്ട് സാമന്തി ഒരുപാട് സന്തോഷിച്ചു. അന്നു മുതൽ ആ വണ്ടിയിൽ വിൽക്കുന്ന പാനിപൂരി വളരെ നന്നായിരിക്കുമെന്ന് പറഞ്ഞ് നാട്ടിലെ ജനങ്ങളെല്ലാവരും അവളുടെ കയ്യിൽ നിന്ന് പാനിപൂരി വാങ്ങിക്കഴിച്ചു. അങ്ങനെ സമ്പാദിച്ച പൈസയിൽ ശാന്തമ്മ, സാമന്തി